ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ കേട്ടോ. വറ്റൽ മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കുക. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. നമ്മളുടെ അച്ചിങ്ങപ്പയർ ഇല്ലേ, തോരനൊക്കെ വെക്കുന്നത്, അതിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴാട്ടോ അച്ചിങ്ങപ്പയർ ഇടേണ്ടത്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കുക. ഈ വേവണ സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ലെഗിൻസ് പരിചയപ്പെടുത്താം കേട്ടോ. നല്ലൊരു ഗ്ലോസി, ഒരു ഷൈനിങ് ഉള്ള ലെഗിൻസ് ആണ്. നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ പോലെയല്ല, നല്ല ഭംഗിയാണ് കേട്ടോ. എത്ര അലക്കിയാലും നരയ്ക്കൂല്ല, കീറൂല്ല. ഇതിങ്ങനെ 3-4 കളേഴ്സ് ഒരു കോംബോ ആയിട്ട് കിട്ടണം. അതാണ് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ മേലെ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഉപ്പേരിയൊക്കെ ഇത് അവിടെ എന്തായി വന്നു, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ മമ്പയർ ഇട്ട് കൊടുക്കേണ്ടത്. മമ്പയറിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ. സാധാ നമ്മളുടെ വൻപയറില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി കുറച്ചും കൂടെ ഇട്ടോളൂ, കാരണം വൻപയർ വേവിച്ചതാണ് കേട്ടോ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.